ഇപ്പോൾ എൻ കെ പ്രേമചന്ദ്രൻ MP മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. ഗവൺമെന്റ് നടപ്പാക്കും, പാസ്സാക്കും. ഞാനത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഞാനിന്ന് നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഭേദഗതി, ഈ ബിൽ 30 പേരടങ്ങുന്ന ജോയിന്റ് സെലക്ട് കമ്മിറ്റിക്ക് പരിഗണനയ്ക്ക് വിടണമെന്നുള്ളതാണ്. ഈ ബില്ല് കൺസിഡർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട മോഷന് ഭേദഗതിയായി കൊടുത്തിട്ടുള്ള നോട്ടീസ്. ഗവൺമെന്റ് നിഷ്പ്രയാസം ചെയ്യാം, ഈ ബില്ല് ഇന്ന് ചർച്ചയ്ക്കെടുക്കാം. എടുക്കുന്ന ഘട്ടത്തിൽ തന്നെ ബില്ല് വിശദമായ പരിശോധന ആവശ്യമാണ് എന്ന് കണ്ട സാഹചര്യത്തിൽ വിവിധ ക്രൈസ്തവ സഭാ മേധാവികളുടെയും വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ആശങ്കയുടെയും ഉത്കണ്ഠയുടെയും അടിസ്ഥാനത്തിൽ ബിൽ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്കോ സെലക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്കോ വിടാവുന്നതാണ്. എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് അത് ചെയ്യുന്നില്ല? ബില്ല് പരിഗണിക്കുന്ന കാര്യം മാറ്റിവെക്കുന്നതല്ലാതെ ബില്ല് വിശദമായ പരിശോധനയ്ക്ക് വിടാൻ നിഷ്പ്രയാസം കഴിയും. അപ്പൊ അത് ചെയ്യാതിരിക്കുമ്പോൾ ഒരു സംശയവും വേണ്ട, ബില്ല് വിശദമായ പരിശോധനയ്ക്കും അതുപോലെ മൈക്രോ ലെവൽ സ്ക്രൂട്ടനിക്കും വേണ്ടി വിശദമായ പരിശോധനയ്ക്ക് വിടാൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് കേരളത്തിൽ ഏപ്രിൽ മാസം 9 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്ന പാർലമെന്റിന്റെ സെഷനിൽ, അടുത്ത വർഷകാല സെഷനിൽ, മൺസൂൺ സെഷനിൽ ബിൽ അവതരിപ്പിച്ച് പാസ്സാക്കാനായിരിക്കും ഗവൺമെന്റ് പരിശ്രമിക്കുന്നത്. അതല്ല, ഈ ഉയർന്നു വന്ന പ്രതിഷേധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ തന്നെ മന്ത്രിയും ഗവൺമെന്റും ഒക്കെ പറയുന്നുണ്ട് കേരളത്തിലെ BJP ഘടകത്തിന്റെ നിർബന്ധിതമായിട്ടുള്ള നിർദ്ദേശത്തിന്റെയും ആവശ്യത്തിന്റെയും അടിസ്ഥാനത്തിലാണ് എന്ന്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ ബിൽ പാർലമെന്ററി സമിതിയുടെ പരിഗണനയ്ക്കും പരിശോധനയ്ക്കും വിടുന്നില്ല? ശരിക്കും ചെയ്യേണ്ടതല്ലേ? പാർലമെന്ററി ജനാധിപത്യ മര്യാദയനുസരിച്ച് വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള, വിവാദപരമായിട്ടുള്ള ഒരു നിയമം, അതിശക്തമായ വിയോജിപ്പും പ്രതിഷേധവും രാജ്യത്ത് ഉയർന്നു വന്നിട്ടുള്ള ബില്ലിൽ പ്രതിപക്ഷ പ്രതിഷേധമുണ്ടായി. 12 മണിവരെ ലോക്സഭ നിർത്തിവച്ചിരിക്കുകയാണ്.